നമുക്ക് ഇന്ന് പഠിക്കുന്നത് SCERT ടെക്സ്റ്റിൽ നിന്നാണ്. 9ാം ക്ലാസ്സിൽ കേട്ടോ, 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1 ഭാഗം 2, സാമൂഹ്യശാസ്ത്രം 1 ഭാഗം 2 അധ്യായത്തിൻ്റെ 7ാമത്തെ അധ്യായമാണ് കേട്ടോ. 7ാമത്തെ അധ്യായം ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ഇതിൽ കുറച്ച് സ്ഥാപനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടന ഇതര സ്ഥാപനങ്ങളും പിന്നീട് ഭരണഘടന അവകാശം ലഭിച്ച സ്ഥാപനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഡെഫിനിഷനിലൂടെ പോവാം. നോക്കിയോ, ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയം ഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, എങ്ങനെയാ പറഞ്ഞ? ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയം ഭരണ സ്ഥാപനങ്ങളാണ് ഏത്? ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിന്റെ ഉറവിടം എന്തായിരിക്കും? ഭരണഘടനയാണ്. ഇതിന്റെ അധികാരത്തിന്റെ ഉറവിടം ഭരണഘടനയാണ്. ഈ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളായതുകൊണ്ട് തന്നെ ഇവയുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് എന്ത് വേണം? ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ പറഞ്ഞല്ലോ. ഇനി ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ എന്താ? അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ് ഏത്? ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ അല്ലെ, നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ അല്ലെ, സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് എന്നൊക്കെ പറയുന്ന ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ. ഇവയ്ക്ക് പിന്നീട് ആവശ്യാനുസരണം ഭരണഘടന പദവി എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്നുണ്ട്. നമ്മുടെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനൊക്കെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നീട് ഒരു നിയമം കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് എന്ത് ചെയ്തു? ഭരണഘടന പദവി നൽകുകയും ചെയ്തു. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം ആണോ? ആണ്. ഇപ്പൊ ഭരണഘടനയിൽ അതിനെക്കുറിച്ച് ആർട്ടിക്കിൾ പറയുന്നില്ലേ? പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള അടുത്ത കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഭരണഘടന അനുച്ഛേദം 324 പ്രകാരം എന്താ പറഞ്ഞത്? ഭരണഘടന അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന 1950 ജനുവരി 25. ആർട്ടിക്കിൾ എത്രയാ പറയുന്നത്? 324. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ ആകെ അംഗങ്ങൾ എത്ര പറഞ്ഞോ? 3 പേര്. ആരൊക്കെയാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരുമാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ വരെയാണ് ഇവരുടെ കാലാവധി. കാലാവധി എത്ര പറയുന്നു? 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ് ഇവരുടെ കാലാവധി. ഇവരെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതി. അതും പറഞ്ഞിട്ടുണ്ട്. ഇവരെ നിയമിക്കുന്നതാണ് രാഷ്ട്രപതി. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, ഇവിടെ തൽസ്ഥാനത്ത് നിന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ആരെയാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ്. എന്താ ഇംപീച്ച്മെന്റ്? നടപടിക്രമം അല്ലേ. നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്നും പാർലമെന്റ് നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികൾ, ഓക്കെ, ആ വ്യക്തികളെ പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഏത്? ഇംപീച്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 324. ദേശീയ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന 1950 ജനുവരി 25-നാണ്. എത്ര വർഷമാണ് കാലാവധി? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതി. പുറത്താക്കുന്നത് ആരാ? രാഷ്ട്രപതി. ഏത് നടപടികളിലൂടെ? ഇംപീച്ച്മെന്റ്. ആരെയാണ് ഇങ്ങനെ പുറത്താക്കുന്ന? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി ഇവിടെ തെറ്റിപ്പോവാൻ സാധ്യത ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. സ്റ്റേറ്റ്മെന്റിൽ തരാം കേട്ടോ, തെറ്റിപ്പോലെ. ശരിയാണ് കേട്ടോ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പിന്നെ ഇവിടെ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ആരെന്ന് പറഞ്ഞിട്ടുണ്ട്? ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. ആ പേരൊന്നുകൂടെ പറഞ്ഞേ. ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. ഓക്കെ, എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു? ഏകോപിപ്പിക്കുന്നത് ആരെന്ന് പറഞ്ഞിട്ടുണ്ട്? ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ. ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 1982 കേരളത്തിലെ പറവൂരിലാണ് ഒരു നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഉപയോഗിച്ചത്. ഏത് വർഷമെന്ന്? 1982. എവിടെയാണ്? കേരളത്തിലാണ് പറവൂർ. പറവൂർ എവിടെയാണ്? എറണാകുളം ജില്ല. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് കേട്ടോ. തിരഞ്ഞെടുപ്പല്ല, ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി EVM ഉപയോഗിക്കുന്നത്. പിന്നീട് 2004 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും EVM എന്ത് ചെയ്തു? ഉപയോഗിച്ചു. ഓക്കേണോ? 2004 ഏത് തിരഞ്ഞെടുപ്പ്? പാർലമെന്റ്. ഉപതെരഞ്ഞെടുപ്പാണോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. പഠിക്കുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. 2004 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിൽ എന്തുപയോഗിച്ചു എന്ന് പറഞ്ഞു? EVM ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ. ഇനി ഈ EVM ഇലക്ട്രോണിക് വോട്ട് മെഷീനിൽ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാലോ? ഏതൊക്കെയാണ്? ഒന്ന് കൺട്രോൾ യൂണിറ്റും 2 ബാലറ്റ് യൂണിറ്റും. നമ്മൾ വോട്ട് ചെയ്യാൻ പോയി വോട്ട് ഇടുന്നില്ലേ, അവിടെ ഒരു ഭാഗം ഇരിക്കുമല്ലോ, അതും VVPAT തുടങ്ങിയ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് ഏത്? വോട്ടിംഗ് യൂണിറ്റ്. നമ്മൾ പോകുമ്പോൾ ഒരു ഉദ്യോഗസ്ഥ അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യും അല്ലേ, ആ ഉദ്യോഗസ്ഥ ആ ബട്ടൺ അമർത്തുമ്പോഴാണ് നമുക്ക് അവിടെ വോട്ട് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഏത്? കൺട്രോൾ യൂണിറ്റ്. അപ്പൊ 2 പ്രധാന ഭാഗങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും. ഇനി VVPAT എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. എന്താണ്? വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഒന്നുകൂടെ പറഞ്ഞേ. വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഒരു പ്രാവശ്യം കൂടെ. വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. VVPAT പൂർണ്ണമായിട്ട് എഴുതാൻ പറയും. എങ്ങനെ എഴുതും? വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഓക്കെ. അഞ്ജലി ഒന്ന് പറഞ്ഞു നോക്കേ. VVPAT വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. ആരതി? വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഓക്കെ. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ് കേട്ടോ. ശ്രദ്ധിക്കുക. നമ്മൾ വായിച്ച ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവും. ഒന്ന്, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. ഏതൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, അവയുടെ നടത്തിപ്പ്, നിയന്ത്രണം. ഇവിടെ പുതിയ ഒരാൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. എന്നാൽ നമുക്കൊക്കെ അറിയാം അല്ലേ, രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാ? ദേശീയ ഇലക്ഷൻ കമ്മീഷനാണ്. പിന്നെ ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ ഇവിടെയൊക്കെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണമൊക്കെ ആരാണ്? ദേശീയ ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കണം. ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ പെരുമാറ്റച്ചട്ടം വരുന്നില്ലേ, അതിന്റെ പ്രഖ്യാപനവും അവ നടപ്പിലാക്കുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. ശ്രദ്ധിച്ച് പഠിച്ചോളാം കേട്ടോ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും പിന്നെ ചിഹ്നം അനുവദിക്കലും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ. നമുക്കറിയാന്നുള്ള കാര്യമാണ് അല്ലേ, വിജ്ഞാപനം പുറപ്പെടുവിക്കൽ. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ. സമർപ്പിക്കുന്ന എപ്പോഴും എന്താണ്? കാൻഡിഡേറ്റ് ആണ് അല്ലേ, സ്വീകരിക്കൽ. ഓക്കെ. അടുത്തത് അവരുടെ സൂക്ഷ്മ പരിശോധന. ഇനി നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം എന്ത് ചെയ്യും? അംഗീകരിക്കും. ആ അംഗീകാരം സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. ഇവയെല്ലാം കഴിഞ്ഞ് ആ മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കൽ. ഓക്കെ. ഇതാണ് ജോലി. നോക്കി ഒന്നുകൂടെ പറയാം. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, അവയുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. ഓക്കെ. അടുത്ത് വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ. അതും ഇലക്ഷൻ കമ്മീഷനാണ്. നമുക്കറിയാം. ഫലപ്രഖ്യാപനവും തർക്കങ്ങളും പരിഹരിക്കുക. എന്താണ്? ഫലപ്രഖ്യാപനവും അവിടെ തർക്കങ്ങളും എന്ത് ചെയ്യുക? പരിഹരിക്കുക. തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കണം. ഇവിടെ ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും. നല്ല ശ്രദ്ധിച്ചു വെച്ചോ. തിരഞ്ഞെടുപ്പ് ചെലവ് എന്ത് ചെയ്യുക? പരിശോധിക്കുക, തുടർ നടപടി സ്വീകരിക്കുക. എങ്ങനെ പറയും? തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടി സ്വീകരിക്കലും. ഇതൊക്കെ ഏതിന്റെ ധർമ്മമാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ധർമ്മമാണ്. ഈ സ്റ്റേറ്റ്മെന്റുകളിൽ ഏതെങ്കിലും തന്നിട്ട് ഇടയ്ക്ക് തരാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ?
പഞ്ചായത്തുകളിലും നിയമസഭകളിലും എന്ത് ചെയ്യുക, തെരഞ്ഞെടുപ്പ് നടത്തുക. അതെന്താണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ദേശീയ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകൾ ഒന്നുകൂടെ പറയാം. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ എന്നിവയിലെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടമുണ്ട്, അവയുടെ നടത്തിപ്പുണ്ട്, അവയുടെ നിയന്ത്രണം ഉണ്ട്. ഇനി പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും ഉണ്ട്, അവ നടപ്പിലാക്കലും ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, അവയുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. ഓക്കെ, അടുത്ത് വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ എന്നിവയുടെ തീയതി എന്ത് ചെയ്യുക, നിശ്ചയിക്കുക. ഫലപ്രഖ്യാപനവും തർക്കങ്ങളും എന്ത് ചെയ്യുക, പരിഹരിക്കുക. ഇനി തെരഞ്ഞെടുപ്പ് ചെലവുകൾ പരിശോധിക്കലും തുടർ നടപടി സ്വീകരിക്കലും. ഓക്കെയാണ് അത്രയും കാര്യങ്ങൾ? സിമ്പിളാണ്. ഒന്നുകൂടെ കേട്ട് നോക്കിയാൽ മതി കേട്ടോ, കുറച്ചുകൂടെ വ്യക്തമാവും. ഇനി പറയുന്നത് 1950-ലെയും 1951-ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങളെക്കുറിച്ചാണ്. ഏതൊക്കെയാണ്? 1950-ലെയും 1951-ലെയും ജനപ്രാതിനിധ്യ നിയമം. ഓക്കെ, ഇത് ഭരണഘടനയുടെ 327 വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ വന്നത്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഉണ്ടാവാം, ഭരണഘടനയുടെ 327 വകുപ്പ് അനുസരിച്ച് നിലവിൽ വന്ന നിയമങ്ങളാണ്. എന്തുണ്ടാവും? 1950-ലെ ജനപ്രാതിനിധ്യ നിയമം. സിയിൽ എന്തുണ്ടാവും? 1951-ലെ ജനപ്രാതിനിധ്യ നിയമം. അപ്പൊ എയും സിയും എന്താണ്? ശരിയാണ്. അപ്പൊ ഭരണഘടന ആർട്ടിക്കിൾ ഏതാ? 327. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് 324. ഈ 327 പ്രകാരമാണ് ഏതൊക്കെ നിയമങ്ങൾ വന്നത്? 1950-ലെയും 1951-ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ. ഓക്കെ ആണോ? ഇനി എന്താണെന്ന് നോക്കാം. ജനപ്രാതിനിധ്യ നിയമം 1950 എന്താണ് പറയുന്നത് എന്ന് നോക്കാം. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും. ഓക്കെ, അപ്പം പാർലമെന്റും സംസ്ഥാന നിയമസഭയിലും തിരഞ്ഞെടുപ്പിനുള്ള നിയോജക മണ്ഡലങ്ങൾ എന്ത് ചെയ്തു? നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും. അതായത് അതിർത്തി എന്ത് ചെയ്യും? പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമം. അപ്പോൾ ഒരു നിയോജക മണ്ഡലത്തിന്റെ എന്ത് ചെയ്യുക? നിയോജക മണ്ഡലം അതിർത്തി നിശ്ചയിക്കുക. ഇനി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? നിശ്ചയിക്കുക അല്ലെങ്കിൽ പുനർനിർണയിക്കുക അല്ലെ. പിന്നെന്താ? വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഇവയുടെയൊക്കെ ഒരു ക്രോഡീകരണമാണ് ഏതിലുള്ള? ജനപ്രാതിനിധ്യ നിയമം 1950. ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ ചോദിക്കേണ്ട കാര്യം 1950 അല്ലെങ്കിൽ 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ ഉൾപ്പെടുന്നത് ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. എന്നിട്ട് ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നാൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ 1950 ജനപ്രാതിനിധ്യ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ എന്ത് ചെയ്യുക? നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി എന്ത് ചെയ്യുക? പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും ഉള്ള നിയമങ്ങളെ ക്രോഡീകരിച്ച നിയമമാണ് ജനപ്രാതിനിധ്യ നിയമം 1950 എന്ന് പറയുന്നത്. ഇനിയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ പറയുന്നത് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും എന്താണ്? ഏകാംഗ മണ്ഡലങ്ങൾ. അതായത് ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത്? തിരഞ്ഞെടുക്കേണ്ടത്, മത്സരിക്കേണ്ടതല്ല. മത്സരിക്കാൻ ഒരുപാട് പേരുണ്ട്. ഒരു മണ്ഡലത്തെ ഒരു പ്രതിനിധിയാണ് എന്ത് ചെയ്യുന്ന? അഭിസംബോധന ചെയ്യുന്നത്. ഒരാളാണ് വിജയിക്കുന്നത്. ഓക്കെ, നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. ഇത് ശ്രദ്ധിച്ചോളാം കേട്ടോ. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഒരാളല്ലേ? ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ. ഓക്കെ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ. ഏതാണ്? തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. ഇവരുടെ നിയമനം എങ്ങനെയായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ 3 തസ്തികകളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പറയുന്നു. ഏതാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള
ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ. ഇവിടെ എന്തിനെ കുറിച്ച് പറയുന്നു? നിയമനത്തെ കുറിച്ചാണ്. കൺഫ്യൂഷൻ ആവില്ല. 1950 ജനപ്രാതിനിധ്യ നിയമത്തിൽ എന്താണ് പറയുന്നത്? ഇവരുടെ നിയമനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താ? തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന. അതിന്റെ കൂട്ടത്തിൽ എന്തുകൂടെ പറഞ്ഞു? എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലം, എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള 3 പേരുടെ തിരഞ്ഞെടുപ്പ് അല്ലേ? ജില്ലാ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ഇനി വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ. ഇവരുടെ നിയമനത്തെ കുറിച്ചാണ്. ആ വാക്ക് ശ്രദ്ധിച്ചോളാം, നിയമനത്തെ കുറിച്ചാണ്. ഇത്രയും കാര്യങ്ങളായപ്പോ ഏത് നിയമമായി? ജനപ്രാതിനിധ്യ നിയമം 1950 ആയി. ഓക്കെ, വ്യക്തമാണല്ലോ. ഇനി 1951 എന്താണെന്ന് പറയുന്നത്? ജനപ്രാതിനിധ്യ നിയമം 1951 ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും, ഓക്കെ, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് 1951 പ്രാതിനിധ്യ നിയമം. ഓക്കെ, നമ്മൾ നേരത്തെ 50 കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ അതിർത്തി നിശ്ചയിക്കുക, പുനർനിർണ്ണയിക്കുക, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 51 വരുമ്പോൾ എന്താണ്? അവരുടെ യോഗ്യതകൾ പറയുന്നു അല്ലേ? യോഗ്യത പറയുന്നു, പിന്നെന്താ പറയുന്നു? അയോഗ്യത പറയുന്നു. ഇനി തർക്കങ്ങൾ പരിഹരിക്കാനുള്ള വ്യവസ്ഥകൾ പറഞ്ഞു. യോഗ്യതകൾ പറയുന്നുണ്ട്, അയോഗ്യതകൾ പറയുന്നുണ്ട്, തർക്കങ്ങൾ പരിഹരിക്കാനുള്ള വ്യവസ്ഥകൾ പറഞ്ഞു. ഓക്കെ, നോക്കിയോ, ഈ നിയമത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ? കുറ്റകൃത്യങ്ങൾ പറയുന്നുണ്ട്, യോഗ്യതകൾ പറയുന്നുണ്ട്, അയോഗ്യതകൾ പറയുന്നുണ്ട്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ നിയമം നിർവചിക്കുന്നു. നേരത്തെ 2-3 പേരെ എന്ത് പറഞ്ഞു? നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഇതിൽ എന്ത് പറയുന്നു? അവരുടെ ചുമതലകളും യോഗ്യതകളും എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിയോ, രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ചും ഈ നിയമത്തിൽ എന്ത് ചെയ്യുന്നു? പറയുന്നുണ്ട്. രജിസ്ട്രേഷനെ കുറിച്ചും ഈ നിയമത്തിൽ പറയുന്നു. ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടി ആകണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഏതൊരു സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടി ആവണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളുമാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങൾ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിലാണ് വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പോൾ 1950 ഒരു നിയമമുണ്ട്, ജനപ്രാതിനിധ്യ നിയമം. 51 ജനപ്രാതിനിധ്യ നിയമം പറഞ്ഞു. 50 പറഞ്ഞത് നമ്മൾ ആ കാര്യം മാത്രം ആലോചിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ആലോചിച്ച് വെച്ചിരിക്കുക. എന്തൊക്കെയാണ്? നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന 3 തസ്തികകളിലേക്കുള്ള അല്ലേ? ചീഫ്, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ, ഇവരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി 51 നിയമത്തിലോട്ട് വരുമ്പോൾ ഇവരുടെയൊക്കെ എന്താണ്? യോഗ്യതകൾ അല്ലേ? പിന്നെ ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ യോഗ്യതയും അയോഗ്യതയും സംബന്ധിച്ച്. ഇനി ഒരു സംഘടന രാഷ്ട്രീയ പാർട്ടി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണം അല്ലെ? ഈ ജനപ്രാതിനിധ്യ നിയമത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രജിസ്റ്റർ ചെയ്യണമെന്ന് ഏത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്? 51 ജനപ്രാതിനിധ്യ നിയമം. ഇനി പ്രാദേശിക പാർട്ടി, ദേശീയ പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡം എങ്ങനെയാണ്? ഇത്രയും മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡം, ഇതൊക്കെ ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്? ജനപ്രാതിനിധ്യ നിയമം 1951 പറഞ്ഞിട്ടുള്ളത്. വ്യക്തമാണോ? വ്യക്തമാണ്. ഇനി ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം ദേശീയ സമ്മതിദായക ദിനമാണ് അല്ലേ? ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ച അന്നാണ് ഏത്? ദേശീയ സമ്മതിദായക നിയമം എന്നാണ് ദിനം? ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. എന്ന് മുതലാണെന്നും തന്നിട്ടുണ്ട്. 2011 മുതലാണ് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. ഏത് വർഷം മുതലാണ്? 2011
11 മുതലാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കേണോ? കോളത്തിൽ കൊടുത്തിട്ടുള്ള സാധനമാണ് അല്ലേ? കോളത്തിൽ കൊടുത്തിരിക്കുന്ന PSCക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. ഓക്കെ. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും കോളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയോ, 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. ഏതൊക്കെ ഭേദഗതികൾ? 73, 74. 73 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പഞ്ചായത്ത് രൂപീകരണവുമായി ബന്ധപ്പെട്ട്. 74 നഗരപാലികാ നിയമം, മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതി. അപ്പോൾ 73ഉം 74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് സംസ്ഥാനങ്ങളിൽ എന്തു വന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നത്. ഭരണഘടനയുടെ 243 കെ, 243 ZA, 243 കെ പഞ്ചായത്തിലും 243 ZA മുനിസിപ്പാലിറ്റികളിലുമാണ് കേട്ടോ. ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. ഭരണഘടനയുടെ 243 കെയും 243 ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടിട്ട് ഉള്ളത്. ഇനി അടുത്ത പോയിന്റ് നോക്കിയോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. അപ്പോൾ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രത്യേകതകൾ എന്തല്ലേ, അതിൻ്റെ ജോലികൾ എന്താണെന്ന് പറഞ്ഞ് തന്നിട്ട് ഈ പോയിന്റ് തരാം. ഇതിൻ്റെ ജോലി ഏതാണ്? ഇപ്പം പറഞ്ഞ എന്താ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കലും തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം നിർവഹിക്കുന്നതും ഏതാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ. ഇനി കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാ? 93 ഡിസംബർ 3. 1993 ഡിസംബർ 3 എന്ത് നിലവിൽ വന്നത്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നമുക്കറിയാം, സുകുമാർ സെൻ. നല്ല ടെക്സ്റ്റിൽ കോളത്തിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണോ? മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ആർട്ടിക്കിൾ പറയുന്നുണ്ടോ? അപ്പോൾ എന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നിങ്ങളൊരു ആർട്ടിക്കിൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ആർട്ടിക്കിൾ പറയുന്നുണ്ടോ? എത്രയാണ്? 324 ദേശീയ തിരഞ്ഞെടുപ്പ് 324. അപ്പൊ അതൊരു ഭരണഘടനാ സ്ഥാപനമാണോ? ആണ്. എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം അല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. ഓക്കെ. നോക്കിയോ, 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം പറ? 1993 ഒക്ടോബർ 12. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? 1993 ഒക്ടോബർ 12 നിലവിൽ വന്നത്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. അപ്പൊ ആകെ അംഗങ്ങൾ എത്രയാ? 6. നേരത്തെ തെറ്റിച്ചല്ലേ? എത്ര അംഗങ്ങളാണുള്ളത്? 6 അംഗങ്ങൾ. ആരെ? ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്രയാണ്? 6 അംഗങ്ങൾ. അപ്പൊ ചെയർപേഴ്സണും എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 5 അംഗങ്ങളും. ആകെ അംഗങ്ങൾ 6. ഓക്കെ. ഇതിന്റെ ആസ്ഥാനം എവിടെയെന്ന് പറഞ്ഞോ? ഓക്കെ. ഇനി പറയുന്നത് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും എന്ത്? അധ്യക്ഷൻ. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും ഏതിന്റെ അധ്യക്ഷൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. എന്ന് നിലവിൽ വന്നു? 93 ഒക്ടോബർ 12. ആസ്ഥാനം എവിടെയാണ്? എത്ര അംഗങ്ങളുണ്ട്? ചെയർപേഴ്സണും 5 അംഗങ്ങളും. ഓക്കെ. ഈ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതി. കമ്മീഷനിലെ അംഗങ്ങൾ നിയമിക്കുന്നത് രാഷ്ട്രപതി. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ? അപ്പൊ മനുഷ്യന്മാർക്ക് ഒരു പരിഗണന കൊടുത്തൂടെ? അതുകൊണ്ട് എത്ര വയസ്സ് വരെ ഇരിക്കട്ടെ? 70 വയസ്സ്. പക്ഷെ എത്ര വർഷമേ ഉള്ളൂ? 3 വർഷം. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. ഓക്കെ ആണോ? ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തെ കുറിച്ചാണ് പറയുന്നത്.
93 കേട്ടോ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 93. ടെക്സ്റ്റിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 1993 സെപ്റ്റംബർ 28 നിയമം പ്രാബല്യത്തിൽ വന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1993 സെപ്റ്റംബർ 28. ഒന്നുകൂടെ ഡേറ്റ് പറ. 1993 സെപ്റ്റംബർ 28. ഓക്കെ. ഇനി ഈ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചോ. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, പറഞ്ഞേ, മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, പറഞ്ഞേ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, പറഞ്ഞേ, വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവയെ നിർവചിച്ചിരിക്കുന്നു. എങ്ങനെ പറയും? എന്നിവയെ നിർവചിച്ചിരിക്കുന്നു. ഏതിനെയൊക്കെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നു? മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ഇവയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? നിർവചിച്ചിരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, അവരുടെ നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവയും ഈ നിയമത്തിൽ എന്ത് ചെയ്യുന്നു? പ്രതിപാദിക്കുന്നു. എങ്ങനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം? ഈ നിയമം വന്നു, നിയമത്തിൽ പറഞ്ഞു, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്ത രൂപീകരിച്ചത്. അതിലെ അംഗങ്ങൾ അല്ലേ, അംഗങ്ങളുടെ നിയമനം, അവരുടെ നീക്കം ചെയ്യൽ, എത്ര പേരുണ്ട്, അവരുടെ കാലാവധി. ഇനി കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, കമ്മീഷന്റെ അധികാരങ്ങൾ എന്താണ് തുടങ്ങിയവയൊക്കെ ഏത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം. എന്നാ നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ വന്നു അല്ലേ. കമ്മീഷൻ എന്നാ വന്നേ? 1993 ഒക്ടോബർ 12. ഈ അംഗങ്ങളുടെ കാലാവധി മറന്നുപോലെ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ നോക്കിക്കോളാം കേട്ടോ. സ്റ്റേറ്റ്മെന്റിൽ തരും, ശ്രദ്ധിച്ചിരുന്നോ? കുറേയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എന്നാലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചോ. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. ശരിയാണേ? ഇനി പറയണ്ടേ? അടുത്തത്, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ എന്ത് ചെയ്യുക? കക്ഷി ചേരുക. സാക്ഷിയല്ല, സാക്ഷിയാവണമെങ്കിൽ കാണണം അല്ലേ. കക്ഷി ചേരുക. ഇനി മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഒരു കോടതി നടപടി കിടക്കുകയാണ് അല്ലേ, അവിടെ ഒരു മനുഷ്യാവകാശം ഉണ്ടായി, അപ്പോൾ എന്ത് ചെയ്യാം? കമ്മീഷന് കക്ഷി ചേരാം. ഇനി ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, നൽകുക. ഓക്കെ, എവിടെയൊക്കെയാണ്? ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുക? നൽകുക. ക്ലിയർ ആണേ? നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൺഫ്യൂഷൻ ഉണ്ടാവാം. ഓക്കെ, മനുഷ്യാവകാശത്തിൽ പെട്ടതാണ് ഏത്? ജയിലുകൾ. അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടോ? പുനരധിവാസ കേന്ദ്രങ്ങൾ അല്ലേ, ഇവിടെയൊക്കെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടോ എന്നിവ പരിശോധിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുക? നൽകുക. അടുത്ത്, മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. ഇനി മനുഷ്യാവകാശങ്ങളെ പരിരക്ഷിക്കണം, മനുഷ്യന്മാരെ പരിരക്ഷിക്കുന്ന സംവിധാനങ്ങളുണ്ട്, അവയുടെ നിർവഹണം, ഇവയുടെ ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടെങ്കിൽ നൽകുക. ഓക്കെ, ശ്രദ്ധിച്ചോ. മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ ഉണ്ടാവുമല്ലോ. മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് അന്തർദേശീയ കരാറുകൾ ഉണ്ടാവും. ഈ അന്തർദേശീയ കരാറിന്റെ ഫലമായാണ് ഇന്ത്യയിലും എന്ത് ചെയ്തത്? ഒരു നിയമം വന്നത്. ഇന്ത്യയിലും ഒരു നിയമം വന്നതിന്റെ ഫലമായാണ് ഇന്ത്യയിലൊരു കമ്മീഷനും വന്നത്. ഓക്കെയാണോ? മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയ വിശകലനം ചെയ്ത് നടപടികൾ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. അങ്ങനെ ഒരു കരാറ് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതെന്ത് ചെയ്യുക? പരിശോധിക്കുക. പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുക, വിശകലനം ചെയ്ത് നടപടികളും സ്വീകരിക്കുക. നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റുന്നത് എന്ത് ചെയ്യുക? നടപ്പിലാക്കുക. അതുകൊണ്ടാണ് അർത്ഥമാക്കുന്നത്. അടുത്ത, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും അവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടി സ്വീകരിക്കുക. നമുക്കൊരു മനുഷ്യാവകാശ ലംഘനം ഉണ്ടായി, നമ്മൾ എവിടെ പോവുകയാണ്? പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അത് അവർ ഈ കേസ് വേണ്ടത്ര എന്ത് ചെയ്തില്ല? പരിഗണിച്ചില്ല. പോലീസുകാരെന്ത് ചെയ്തു? പരിഗണിച്ചില്ല.
അവിടെ നമുക്ക് എന്തുണ്ടായി? മനുഷ്യാവകാശ ലംഘനം ഉണ്ടായി. ഇങ്ങനെ ഇവ തടയുന്നതിനും വീഴ്ച വരുത്തുന്നതിനും ഉള്ള നടപടികൾ എന്ത് ചെയ്യുക? പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇങ്ങനെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും കമ്മീഷൻ്റെ ലക്ഷ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ നൽകുക. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള കോളത്തിനകത്ത് കൊടുത്തിട്ടുള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. എന്ന് നിലവിൽ വന്നു എന്ന് വെച്ചാൽ 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ആരായിരിക്കും ചീഫ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കും. ഇവിടെ അപ്പൊ എങ്ങനെ ആയിരിക്കും? വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. എവിടത്തെ കാര്യമാണ് പറയണത്? സംസ്ഥാനം. ഇവരെ നിയമിക്കണ അപ്പൊ ആരായിരിക്കും? ഗവർണർ. നിയമിക്കുന്ന ആരായിരിക്കും? ഗവർണർ. ദേശീയ തലത്തിൽ നിയമിക്കുന്നത് രാഷ്ട്രപതി. സംസ്ഥാന തലത്തിൽ നിയമിക്കുന്നത് ദേശീയ തലത്തിൽ എത്ര അംഗങ്ങളുണ്ട്? 6 അംഗം. സംസ്ഥാന തലത്തിൽ 3 പേരുണ്ട് അല്ലേ. ഇനി ദേശീയ തലത്തിൽ അധ്യക്ഷൻ ആരായിരിക്കണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കണം. സംസ്ഥാന തലത്തിലാണെങ്കിലോ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെയാണോ? ഇനി വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷനാണ് പറയുന്നത്. നല്ലൊരു ടോപ്പിക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ചെയ്യാം, എല്ലാ പരീക്ഷകളിലും ഉണ്ടാകും. ഈ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചാൽ എല്ലാ പരീക്ഷയ്ക്കും ഓരോ മാർക്ക് വീതം അല്ലെങ്കിൽ 2 മാർക്ക് വീതം ബോണസായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒറ്റപ്പെടുത്തം പഠിച്ചാൽ നോക്കിയോ. എന്നാ നിലവിൽ വന്നതെന്നറിയോ? 92. ദേശീയ തലത്തിലാണ് പറയുന്നത്, സംസ്ഥാനമല്ല കേട്ടോ. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. എന്നാണ് 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. എത്ര അംഗങ്ങൾ? ചെയർപേഴ്സണും 5 അംഗങ്ങളും. 6 പേര്. ചെയർപേഴ്സണും 5 അംഗങ്ങളും പ്ലസ് ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും. ആരാണ്? ഒരു മെമ്പർ സെക്രട്ടറി. ആരൊക്കെയാണ്? ചെയർപേഴ്സണും 5 അംഗങ്ങളും മെമ്പർ സെക്രട്ടറി. അപ്പൊ എങ്ങനെ പഠിക്കും? മൊത്തം അംഗങ്ങൾ 6 പ്ലസ് മെമ്പർ സെക്രട്ടറി എന്ന് പഠിക്കുക. ഓക്കെ, അതാണ് ഉചിതം. എങ്ങനെ പഠിക്കുക? 6 പ്ലസ് മെമ്പർ സെക്രട്ടറി. 6 പ്ലസ് മെമ്പർ. അപ്പൊ ചെയർപേഴ്സണും 5 അംഗങ്ങളും പ്ലസ് മെമ്പർ സെക്രട്ടറി ഉൾപ്പെടുന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ശ്രദ്ധിച്ചോളാം, കേന്ദ്ര സർക്കാരാണ്. വനിതാ കമ്മീഷനാണ്. അപ്പോൾ പ്രത്യേക പദവികളൊക്കെ ആവശ്യമുണ്ട്. നിയമിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാർ. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റും. ഇവരെ നിയമിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാർ. ഇനി തെറ്റോ? നിങ്ങൾ വനിതകളല്ലേ അല്ലേ? അപ്പൊ നിങ്ങൾക്കൊരു പ്രാധാന്യം വേണ്ടേ? അപ്പൊ നിങ്ങൾ ആര് നിയമിക്കും? സാധാരണ രീതിയിൽ രാഷ്ട്രപതിയാണ്. ഇവിടെ ആര് നിയമിക്കും? കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. ഇനി തെറ്റോ? ഇല്ല. അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷം. ഇനി അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാ? മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. എന്തിനാണ് വേണ്ടി ആചരിക്കുന്നു എന്നൊക്കെ അറിയാലോ. ഇനി പറയണോ? സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പൊ വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം. നിയമിക്കുന്നത് ആരാ? കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. എന്നാ നിലവിൽ വന്നത്? 1992 ജനുവരി 31 അല്ലേ. ഇനി ഇവിടെ പറയുന്ന സ്ത്രീധന നിരോധന നിയമം, ഡെഫിനിഷൻ എന്താണ്? സ്ത്രീധനം എന്താണ്? സ്ത്രീധനം എന്നൊന്നും ഇതിൽ ഡെഫിനിഷൻ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് ആവശ്യമില്ല അല്ലേ. കേട്ടാൽ അറിയാൻ പറ്റുന്ന സെന്റൻസുകൾ തന്നെയാണ്. ഇനി സ്ത്രീധന നിരോധന നിയമം വർഷം എന്നൊന്ന് പഠിച്ചു വയ്ക്കുക. 1961. സ്ത്രീധന നിരോധന നിയമം വർഷം എന്നാണ് 1961. ഗാർഹിക പീഡന നിരോധന നിയമം 2005. ഗാർഹിക പീഡന നിരോധന നിയമം എന്നാണ് 2005. നമ്മുടെ രാജ്യത്ത് 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത്. 2006 ഒക്ടോബർ 26 എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. ഇത് മുമ്പ് PSCയുടെ ഉത്തരം നിലവിൽ വന്നതും ഏതാണ്? 2005 ഓക്കെ. നമ്മുടെ ഒരു കണ്ണൂർ എറണാകുളം 2019 തോന്നുന്നു LDCയുടെ പരീക്ഷ.
LDC പരീക്ഷയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് എന്നൊന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു. 2006 നിലവിൽ വന്നത്. PSC കൊടുത്ത ഉത്തരം 2005. നിയമം നിലവിൽ വന്നേക്കെ തിരുത്താൻ പറ്റുമോ? ഇല്ല, കുറച്ച് പേര് കേസിന് പോയി. അങ്ങനെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തു? വീണ്ടും ഒന്നേന്ന് മാറ്റം ചെയ്തു അല്ലേ. അപ്പം കുറേ ഈ 2006 എഴുതിയവർ മുകളിലോട്ടും പോയി, 2005 എഴുതിയവർ ശകലം താഴോട്ടും വന്നു. അവർ കേസ് ആലോചിച്ചിരുന്നാൽ. അപ്പോൾ 2005 എന്ത് ചെയ്തത്? ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കുന്നത്. നിലവിൽ വന്ന എന്നു ചോദിച്ചാൽ 2006 ഒക്ടോബർ 26. ഓക്കെ, ഇനി അത് കേട്ടു വെച്ചു. ഒരു പ്രാവശ്യം കേൾക്കാം. ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഈ നിയമം. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിൻ്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിൻ്റെ വിശാല നിർവചനത്തിൽ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. അവരെ നിങ്ങളിനി അപമാനിച്ചാലും ഈ നിയമത്തിന് കീഴിൽ വരും. അപ്പം ഗാർഹിക പീഡന നിരോധന നിയമം ഏത് വർഷം? 2005. നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. ഓക്കെ, ഇനി സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. പറയാം. എന്നാ നിലവിൽ വന്നേ? 96 മാർച്ച് 14. 1996 മാർച്ച് 14 ഏത്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇവിടെ ആസ്ഥാനം അറിയാലോ, തിരുവനന്തപുരം. ആസ്ഥാനം എവിടെയായിരിക്കും? തിരുവനന്തപുരം. ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? 4 അംഗങ്ങളും ഉണ്ട്. ഓക്കെ, എത്രയാണ്? 4 അംഗങ്ങൾ. അപ്പോൾ മൊത്തം അംഗങ്ങൾ എത്രയാ? 5 അംഗങ്ങൾ. ഓക്കെ, മൊത്തം അംഗങ്ങൾ എത്ര? 5 അംഗങ്ങൾ. 5 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. 5 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. അപ്പോൾ ആകെ അംഗങ്ങൾ 5. ചെയർപേഴ്സണും 4 അംഗങ്ങളും. അങ്ങനെ എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങളോ ഉണ്ട്. ഓക്കെ, ഇവിടെ കാലാവധി 5 വർഷം. 5 വർഷം അല്ലേ? ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞു 3 വർഷം. അവിടെ കാലാവധി 3 വർഷമാണെന്ന് പറഞ്ഞു അല്ലേ. ഇതിൻ്റെ ആദ്യ അധ്യക്ഷൻ, ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരി, കവയത്രി സുഗതകുമാരി ആയിരുന്നു. ആദ്യത്തെ അധ്യക്ഷനായിരുന്നു സുഗതകുമാരി എന്നും പറയപ്പെടുന്നു. ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. കുറേ കമ്മീഷനായല്ലേ? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി എടുത്ത് എന്ത് ചെയ്യുക? കേൾക്കുക. നമ്മൾ വളരെ സ്പീഡ് കുറച്ചാണ് പറഞ്ഞു പോകുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മത, ഭാഷ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഏതൊക്കെ പറയാം? മതം, ഭാഷ, സാംസ്കാരിക ന്യൂനപക്ഷം. ഏതൊക്കെയാണ്? മതം, ഭാഷ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. ഇനി എന്നാ നിലവിൽ വന്നത്? 93 1993 മെയ് 17. 1993 മെയ് 17. ഇതൊന്നും മറക്കല്ലേ, ടെക്സ്റ്റിലുള്ള കാര്യമാണ്, ഇനി ഒരിക്കലും മറക്കല്ലേ. 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. 7 പേര്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? ചെയർപേഴ്സൺ, ചെയർപേഴ്സൺ, പിന്നെ എത്ര അംഗങ്ങളുണ്ട്? 5. അപ്പോൾ ആകെ അംഗങ്ങൾ എത്രയാണ്? 7 പേരാണ്. ഓക്കെ, കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ്. നിയമിക്കുന്ന ആരായിരിക്കും? രാഷ്ട്രപതി. ഓക്കെ, നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ്. ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതി. സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ കാണും. ഇവിടെ ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റും നിയമിക്കുന്നത് ആരെന്ന് തന്നിരിക്കും? രാഷ്ട്രപതി. സ്റ്റേറ്റ്മെന്റ് ശരിയാ തെറ്റാ? ശരിയാണ്. ഓക്കെ, രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ഇവിടെ എത്ര വർഷമാണ്? 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ഓക്കെ ആണോ? അപ്പൊ നിലവിൽ വന്ന എന്നാ ന്യൂനപക്ഷ കമ്മീഷൻ? 93 മെയ് 17. ഇനി കമ്മീഷന്റെ പ്രധാന ചുമതലകൾ നമ്മൾ നേരത്തെ പറഞ്ഞോളാം, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക. തെറ്റു? ഇല്ല, ശരിയാണ്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക. ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക. ശരിയാണ്?
ശരി. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ തന്നാൽ അല്ലെന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ശരിയാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശ നടത്തുകയും ചെയ്യുക. ഇത് ഉൾപ്പെട്ടതാണേ ആണ്. ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. എങ്ങനെ പറയും? ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുക? സമർപ്പിക്കുക. ഇതൊക്കെ ഏത് തന്നിരുന്നാലും നമുക്ക് തെറ്റെന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഇനി അടുത്ത് പറയുന്നത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ച്. എന്താണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ? ഈ കമ്മീഷൻ നിലവിൽ വന്നത് 2013 കേട്ടോ. 2013 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. നേരത്തെ എത്ര പറഞ്ഞു? 7. ആരൊക്കെ? ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അംഗങ്ങൾ. ഇവിടെ എങ്ങനെ വരും? ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 4 അംഗങ്ങൾ. 4 അല്ല, മൊത്തം 4 അല്ല, മൊത്തം 6 പേര് വരും. മറ്റേവിടെ 7 പേര്. ഇവിടെ എത്ര പേര് വരും? 6 പേര് വരും. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 4 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. അപ്പോൾ പറയുന്നത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 4 അംഗങ്ങൾ. മൊത്തം അംഗങ്ങൾ എത്ര? 6 അംഗങ്ങൾ. ഓക്കെ. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്ന ആരായിരിക്കും? സംസ്ഥാന സർക്കാരായിരിക്കും. കേന്ദ്രത്തെ പോലെ തന്നെ. ഇവിടെ കാലാവധി 3 വർഷം. കാലാവധി എത്രയാണ്? 3 വർഷമാണ്. കാലാവധി എത്രയാണ്? 3 വർഷം. ശ്രദ്ധിച്ചോ? അതും കഴിഞ്ഞു. സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചു പോകുന്നത്. അടുത്ത ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളാണ്. ഏതാണ്? ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. അടുത്ത പരീക്ഷയ്ക്കുള്ള 1 മാർക്ക്. ശ്രദ്ധിച്ചോ? പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ്. മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയങ്ങൾക്കുമാണ്. ഇവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകില്ല. ഇവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകില്ല. ഇങ്ങനെ പറഞ്ഞതാര്? നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു. ഒന്നുകൂടെ വായിക്കട്ടാ. പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താ വിനിമയത്തിനുമാണ്. ഇവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും എന്ത് ചെയ്യില്ല? ഫലപ്രദമാകില്ല. ആര് പറഞ്ഞു? നെഹ്റു പറഞ്ഞു. ആറ് പറഞ്ഞു? നെഹ്റു പറഞ്ഞു. ഓക്കെ. ഇനി 2004 ദേശീയ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. രണ്ടിലും അംഗങ്ങളും ഒരുപോലെയാണ് കേട്ടോ. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഓക്കെ. ഏതൊക്കെയാണ്? ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉൾപ്പെടുന്നത്. അപ്പോൾ എത്ര പേരായി? 5 പേരായി. ഓക്കെ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ആരാ? രാഷ്ട്രപതി. അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. അംഗങ്ങളുടെ കാലാവധി എന്താണ്? 3 വർഷം. അപ്പോൾ അംഗങ്ങൾ ആരൊക്കെയാണ്? ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളുമാണ് ഏതിലുള്ളത്? പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടിലും ഉള്ളത്. പട്ടികവർഗ കമ്മീഷൻ കേട്ടോ. നോക്കിയോ? പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 ഓക്കെ നിലവിൽ വന്നത്. ഈ നിയമം നിലവിൽ വന്നത് 1989. എന്താണ്? പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയുക എന്ന പേരിലുള്ള നിയമം വന്നത് 1989 പറയുന്നുണ്ട്. ഓക്കെ. ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ചുമതലകൾ എന്താണെന്ന് നോക്കിയോ? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക. തന്നാ ശരിയാണോ തെറ്റാണോ? ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക. ഇതും ഇനി പറയേണ്ട കാര്യമല്ലല്ലോ, അവയുടെ ധർമ്മമാണ്. അടുത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. ശരിയാണോ? ശരിയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇതും ശരിയാണ്. ശരിയാണ്. ഇതിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അടുത്തിവിടെ പറയുന്ന സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. ഓക്കെ. നോട്ട് എഴുതുന്നുണ്ടല്ലോ?
നോട്ട് എഴുതി ഒന്നുകൂടെ പഠിച്ചു പോയാലേ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പഠിച്ചു പോയാലേ വീണ്ടും കിട്ടത്തുള്ളൂ കേട്ടോ. കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. എങ്ങനെ പറയണം? സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. ഇത് സംസ്ഥാന തലത്തിൽ വരുമ്പോൾ രണ്ടും ഒന്നായിട്ടാണ് കേട്ടോ. ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. എത്ര പേരുണ്ട്? ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും. അപ്പൊ എത്ര പേരുണ്ട്? 3 പേര്. ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും. ഗവർണറാണ് ഇവരെ നിയമിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. അപ്പം കാലാവധി എത്രയാണ്? 3 വർഷം. നിയമിക്കുന്ന ആരാണ്? ഗവർണർ. എത്ര അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു? 3 പേര്. ആരൊക്കെയാണ്? ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും. ഓക്കെ, അടുത്ത് പറയട്ടാ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ഏതാണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. നോക്കിയോ, വീണ്ടും 1 മാർക്ക് കൂടെ കിട്ടും. ശ്രദ്ധിച്ചോ. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. എന്താണ്? വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. പിന്നോക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കണം എന്നതാവണം വിദ്യാഭ്യാസ വകുപ്പിന്റെ നയം. ഒന്നുകൂടെ വായിക്കാം. പിന്നോക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുക എന്നതാവണം വിദ്യാഭ്യാസ വകുപ്പിന്റെ നയം. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. പിന്നോക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുക എന്നതാവണം വിദ്യാഭ്യാസത്തിന്റെ നയം. ആര് പറഞ്ഞു എന്ന് വെച്ചാൽ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ ആണോ? ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. പേരൊന്നുകൂടെ പറഞ്ഞേ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. 1993 കമ്മീഷൻ നിലവിൽ വന്നത്. കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ് 1993. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ. എത്രയാണ്? ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റിലൊക്കെ തരുമ്പോൾ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ മാത്രമല്ല കേട്ടോ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് അല്ലെങ്കിൽ തെറ്റിയത്. ഇനി പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ ഒരു സ്റ്റേറ്റ്മെന്റ് തരാം, മനുഷ്യാവകാശ കമ്മീഷനിലെ ഒരു സ്റ്റേറ്റ്മെന്റ് തരാം, വനിതാ കമ്മീഷനിലെ ഒരു സ്റ്റേറ്റ്മെന്റ് തരാം. കാരണം എല്ലാം ഈ സാധനങ്ങളെല്ലാം ഈ പാഠഭാഗത്ത് കിടപ്പുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് വേറെ ചകഞ്ഞു പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, എല്ലാം ഒന്നിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഇനി പറഞ്ഞ ഇവിടെ 2 കൊട്ടേഷൻസ് പറഞ്ഞു അല്ലേ. ഒന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ BR അംബേദ്കറിൻ്റെ. ഈ ഫലകം പോലെ തന്നിട്ട് അതിനകത്ത് കൊടുത്തിരുന്നതുകൊണ്ട് പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ എഴുതുന്ന ആൾക്ക് എന്ത് ചെയ്യും? ക്ലിക്ക് ആവും അല്ലേ. അങ്ങനെ അതും ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യാം? വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പേജിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കുന്ന എപ്പോഴും ഞാൻ എപ്പോഴും പറയുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് 1 മാർക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പം പൂർണ്ണമായിട്ട് പഠിക്കുക. അപ്പോൾ ഏത് വർഷമാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വരുന്നത്? 1993. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും എത്ര അംഗങ്ങൾ? 3 അംഗങ്ങളും ചേർന്ന്. ഇവർ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന ആരായിരിക്കും? രാഷ്ട്രപതി. കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. അംഗങ്ങളുടെ കാലാവധി 3 വർഷം. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണോ? ആർട്ടിക്കിൾ ഉണ്ട് കേട്ടോ. ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായി. അപ്പോൾ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായ വർഷം 2018. ഓക്കെ, ഇനി ഇവിടെ ചുമതലകളൊക്കെ കൊടുത്തിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? തെറ്റിക്കാതെ എഴുതാൻ പറ്റും. ഇനി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. 1993 കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് അല്ലേ. കാലാവധി 3 വർഷമാണ്. അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. ഈ 2 പോയിന്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിലവിൽ വന്നത് എന്നാണ് 93. അപ്പോൾ ദേശീയത്തിലും വന്നത് 93. അംഗങ്ങളുടെ കാലാവധി 3 വർഷം. സംസ്ഥാനത്തും 3 വർഷം. അപ്പോൾ ഈ ദേശീയവും സംസ്ഥാനവും മനുഷ്യാവകാശമല്ല പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ കാര്യങ്ങളിൽ ഒരുപോലെ തന്നെയാണ്. ഇനി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാ? അംഗങ്ങൾ ആകെ 5 പേര്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങൾ. ഇവിടെ കാലാവധി പറഞ്ഞ് 3 വർഷം. ഈ കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായ വർഷം 2018 ആണ്. ഓക്കെ,
ഇനി ഒരു ചെറിയ കോളത്തിൽ കൊടുത്തില്ല, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ്. UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എത്രയാ? 320. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 320 പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 320 പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് കമ്മീഷനിൽ. UPSC അല്ലേ, കുറച്ച് ജോലി കൂടുതൽ ഉണ്ട്. അപ്പം കമ്മീഷനിൽ അംഗങ്ങൾ എത്രയാണ്? 10 അംഗങ്ങളും. ചെയർപേഴ്സണും 10 അംഗങ്ങൾ. എത്ര? 11 പേര്. ഇതിൽ 11 പേര് വരെ ആകാമെന്നാണ് ചെയർപേഴ്സൺ. 11ൽ കൂടാത്ത അംഗങ്ങൾ എന്നാണ് വ്യവസ്ഥ ചെയ്തിരുന്നത്. അപ്പോൾ ചെയർപേഴ്സണും 11 അംഗങ്ങളോ? ചെയർപേഴ്സണും 10 അംഗങ്ങൾ. അപ്പോൾ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 320. ചെയർപേഴ്സണും 10 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. ഇവരെ നിയമിക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതിയാണ്. കാലാവധി 6 വർഷമോ 65 വയസ്സോ ആണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. 6 വർഷമാണ് അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് കാലാവധി. ഇവിടെ ജോലി എന്താണ്? അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും ഉള്ള നിയമനങ്ങൾ നടത്തുന്നത് UPSC ആണ്. എവിടെയൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും ഉള്ള നിയമനങ്ങൾ നടത്തുന്നത് UPSC. ആർട്ടിക്കിൾ 320 അല്ലേ? അംഗങ്ങളെ ചെയർപേഴ്സണും 10ൽ കൂടാത്തെന്ന് ടെക്സ്റ്റ് പറഞ്ഞിട്ടില്ല, 10 അംഗങ്ങളാണ് ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരു ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ്. ഇവരെ നിയമിക്കുന്നത് പ്രസിഡന്റ്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇനി ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പറയുന്നത് എന്താണ്? ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഒന്നുകൂടെ പറ. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. നോക്കിയോ, ഒന്നാമത്തെ പോയിന്റ്. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തെ നല്ലൊരു പോയിന്റാണ് കേട്ടോ. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഏത് കമ്മീഷൻ? ദേശീയ ബാലാവകാശ കമ്മീഷൻ. 2007 മാർച്ച് 5-നാണ് കമ്മീഷൻ നിലവിൽ വന്നത്. ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2007 മാർച്ച് 5. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. അംഗങ്ങൾ എത്രയാണ്? 6 അംഗങ്ങൾ. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും. അപ്പോൾ എത്രയായി? 7 പേര്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും കമ്മീഷനിലുണ്ട്. അപ്പോൾ എത്രയായി? 7 പേര്. 7 പേരാണ് കമ്മീഷനിലുള്ളത്. നിലവിൽ വന്ന എന്നാ? 2007 മാർച്ച് 5. ഇത് ഏത് മന്ത്രാലയത്തിന് കീഴില്? വനിതാ ശിശു വികസന മന്ത്രാലയം. നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാലോ. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയാണ് കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 7ാമത്തെ ചാപ്റ്റർ അല്ലേ, സാമൂഹ്യശാസ്ത്രം 1 ഭാഗം 2 7ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഇതിൽ കൺഫ്യൂഷൻ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കമ്മീഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ കാണുന്നവരെന്ത് ചെയ്യുക? ഒന്നുകൂടെ എന്ത് ചെയ്യുക? റീവൈൻഡ് ചെയ്ത് കേൾക്കുക. ഡൗട്ടുള്ളത് എഴുതി വെച്ച് പഠിക്കുക. ഇതിൽ ഒരു പോയിന്റ് മിസ് ചെയ്യില്ല. കാരണം ഈ പാഠഭാഗത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തോളൂ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞു പുറത്തുനിന്ന് ഒരു പോയിന്റ് ഇതിൽ ആഡ് ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ ഒരു പോയിന്റ് എന്തില്ല? വിടാൻ ഇല്ല. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? പഠിക്കുക. നമ്മുടെ കയ്യിൽ പൈസ വേണ്ടേ? പൈസ വേണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം. ജോലി വേണം. നമുക്ക് എവിടെയെങ്കിലും ചെന്ന് നിവർന്ന് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജോലി വേണം, അല്ലെങ്കിൽ പൈസ വേണം. നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ആരുടെ കയ്യിൽ പൈസ വേണം? നമ്മുടെ കയ്യിൽ പൈസ വേണം അല്ലേ. നിങ്ങളെ മക്കളെയും കൊണ്ട് പുറത്തു പോവുകയാണ്, ഒരു കടയിൽ കയറുകയാണ് അല്ലേ, അവിടെ ഒരു കളിപ്പാട്ടോ എന്തെങ്കിലും മക്കൾ ആവശ്യപ്പെട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ലാത്തൊരവസ്ഥ. ഉടനെ ഹസ്ബൻഡിനെ വിളിക്കണം ഗൂഗിൾ പേ ചെയ്യാൻ അല്ലേ. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തന്നെ മേടിച്ചു വിടുക. നിങ്ങൾ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ വേണ്ടേ? പൈസ വേണം. ഹസ്ബൻഡിൻ്റെ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യമൊക്കെ അവർ തരുമായിരിക്കും അല്ലേ, പിന്നീട് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർക്കൊരു ദേഷ്യം ഉണ്ടാവാം, പിന്നെ ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കയ്യിൽ പൈസ വേണം. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? പ്രധാനമായിരിക്കണം. ജോലി കിട്ടിയിരിക്കണം. ഓക്കെ. അതിനുവേണ്ടി രാവും പകലും എല്ലാ സമയങ്ങളും ചിന്ത എന്തിനു വേണ്ടിയായിരിക്കണം? ജോലിക്ക് വേണ്ടിയായിരിക്കണം. അപ്പോൾ സ്ഥിരതയുള്ള ജോലിക്കായിരിക്കണം. സ്ഥിരതയുള്ള ജോലി എന്ന് വെച്ചാൽ സർക്കാർ സംവിധാനങ്ങളിലുള്ള ജോലിയായിരിക്കണം. ഓക്കേണാ? പഠിക്കൂലേ? അപ്പം ഹായ് പറ.